ആ വാഴയില കഴിക്കാൻ തോന്നുന്നു. നൗഷാക്ക നിങ്ങൾ മുഹബത്തിട്ടായിരുന്നു. ആരായിപ്പോ അപ്പൊ ഫോളോവേഴ്സ് ഇല്ലാത്തവർക്ക് ഫോളോവേഴ്സ് കൊടുക്കുന്ന അന്നദാന പ്രഭുവാണ് ഇരിക്കുന്ന ആള്. അപ്പോൾ നമ്മുടെ ഓടിടൽ പൂർത്തിയായിരിക്കുകയാണ്. മുകളിലത്തെ ഭാഗം, താഴത്തെ ഭാഗം ഇനി ബാക്കിയുണ്ട്. കുറച്ച് എക്സ്റ്റീരിയർ വർക്കുകൾ കഴിഞ്ഞതിന് ശേഷമാണ് താഴത്തെ ഇടുന്നത്. അപ്പോൾ നൗഷാദ് കയും ടീമുമാണ് ഇവിടെ ഓടിടാനായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. നൗഷാദ് ക മെയിൻ ഉസ്താദ്, പിന്നെ ഇദ്ദേഹമാണ് കൂടുതൽ വർക്കുകൾ ചെയ്തേക്കുന്നത്. പിന്നെ വ്ളോഗറാണ്, സിംഗറാണ്, ആൽബം പ്രൊഡ്യൂസറാണ്, മ്യൂസിക് ഡയറക്ടറാണ്, ലിറിസിസ്റ്റാണ്. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ആളാണ് ഫിറോസ്. ഒരു 4 വരി നമ്മൾ ഒരു പാട്ട് കൂടെ പാട്, ഒരു ഗുമ്മ ആയിക്കോട്ടെ. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങൾ മുത്തുകൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങൾ മുത്തുകൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ഫിറോസ് എവിടെയാണ് നാട്? കോഴിക്കോട്. എവിടെ? പൂവാട്ടുപറമ്പ്. ഈ ആ നാട്ടുകാർക്കൊക്കെ അളിയനെന്നേ അറിയുള്ളൂ. എല്ലാരും അളിയാന്നാണ് വിളിക്കുന്നത് അല്ലേ? പൂവാട്ടുപറമ്പുകാർക്ക് എല്ലാരും അളിയാന്നാണ് വിളിക്കുന്നത്. നൗഷാക്കയുടെ ഉപ്പ ഹസൻ കോയ എന്നാണ് സ്കൂളിലും മദ്രസയിലും പേര്. ഹസൻ കോയ എന്നാണ് ശരിക്കുള്ള പേര്. പക്ഷേ എല്ലാരും അറിയുന്ന പേര് അളിയൻ എന്നാണ് ആ നാട്ടുകാർ അറിയുന്നത്. നമ്മൾ വിളിക്കുന്നത് നൗഷാദ് എന്നാണ്. ഹസൻ കോയ എന്നാണ് ശരിക്കുള്ള പേര്. അദ്ദേഹത്തിൻ്റെ ഉപ്പ വീടിൻ്റെ എല്ലാ പണികളും, അടിസ്ഥാനത്തിൻ്റെ പണി മുതൽ ഫിനിഷിംഗ് സ്റ്റേജ് വരെ, ഓടിൻ്റെ പണി ഉൾപ്പെടെ എല്ലാ പരിപാടികളും ചെയ്യുന്ന ആളാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പിന്നെ വീട്ടിക്കൂടലിന് എന്ന് വെച്ചാൽ പാലുകാച്ചിന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ടേ അവിടെ നിന്ന് പോകുള്ളൂ. അങ്ങനത്തെ ആളാണ്. അതുകൊണ്ട് തന്നെ നൗഷാദ്ക്കയും എവിടെയെങ്കിലും ഒരു വർക്ക് കഴിഞ്ഞാൽ അവിടെ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ട്. നമ്മുടെ തറവാട് വീട് ഓടിട്ടത് നൗഷാദ്ക്കയും ടീമുമാണ്. ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷവും അച്ഛനും അനിയനും ഒക്കെ നൗഷാദ്ക്ക ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. ഇത് ദം ബിരിയാണിയാണ്. നൗഷാദ്ക്ക ഉണ്ടാക്കുന്നത് ദം ബിരിയാണിയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ എങ്ങനെ വയ്ക്കും, അതിൻ്റെ മുകളിൽ ഒരു വാഴയിലിട്ടതിന് ശേഷം അരി വേവിച്ച് അതിൻ്റെ മുകളിൽ കൊട്ടിയിട്ട് മൊത്തത്തിൽ ദം ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. വാഴയിലയിൽ കുറച്ച് കീറലിടും അല്ലേ? അപ്പോൾ ആ കീറലിനുള്ളിലൂടെ ഈ ഫ്ലേവർ ഇങ്ങനെ ഷെയർ ചെയ്യും. ചിക്കൻ്റെ ഫ്ലേവർ റൈസിലേക്കും റൈസിൻ്റെ ഫ്ലേവർ ചിക്കനിലേക്കും ഒക്കെ ചെല്ലുന്ന ഇതൊരു ബിരിയാണി ഉസ്താദാണ്. ഇദ്ദേഹം ചെയ്തിട്ടില്ലാത്ത ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മുർഷിദ് എന്നാണ് പേര്. പിന്നെ കിനാശ്ശേരിയാണ് നാട്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബിരിയാണി സെന്റർ ഉണ്ടായിരുന്ന ആളാണ്. പല ടൈപ്പ് ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അങ്ങനെ അത് പിന്നെ ഈ ഉണ്ടാക്കുന്ന ഉസ്താദ് വന്നില്ലെങ്കിൽ മൂപ്പര് തന്നെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ 2 ഉസ്താദുമാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. 3 ഇതൊരു ഉസ്താദാണ് അല്ലേ? ഇനി ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുൽ വഹാബ് എന്നാണ്. താഴെയുണ്ട്. അദ്ദേഹം ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ താഴേക്ക് പോയിട്ട് ഇനി ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇവിടെ ഓടിടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഒരു കാണിച്ചു തരാം. വാ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടിയോട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പൂവോടെന്ന് പറയും. സീലിംഗ് ഓട്. ഇത് സീലിംഗ് ഓട് ഇട്ടിട്ടാണ്. ഞാൻ നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ, സനുവിൻ്റെ വീഡിയോയിൽ ഈ സീലിംഗ് ഓട് ഇടുന്നതിനെ പറ്റി കാണിച്ചിരുന്നു. അപ്പോൾ ആ സീലിംഗ് ഓട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഇവിടെ ഓട് വെച്ചേക്കുന്നത്. ഈ ഭാഗത്ത് ഓട് മാത്രമാണ്, ഇവിടെ ഓട് മാത്രമാണ്. ഇതെല്ലാം പഴയ ഓടുകളാണ്. ഇവിടെ നമുക്കൊരു 7 ടൈപ്പ് ഓടുകൾ ഉണ്ടായിരുന്നു. 7 ടൈപ്പ് ഓട് റീഗലിൻ്റെ കമ്പനി ഉണ്ടായിരുന്നു. പിന്നെ KTM എന്ന് പറയുന്ന കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കമ്പനികളുണ്ട്. പക്ഷേ നൗഷാദ്ക്ക പറയുന്നത് സിംഹത്തിൻ്റെ തലയുള്ളത്, 5 സിംഹത്തിൻ്റെ തലയുള്ളത്, സിംഹം ഒരു കുട്ടിയുള്ളത്, ഒരു ആന, ഒരു ട്രെയിൻ അല്ലേ? പല 8-9 കമ്പനി ഉണ്ട്. 8-9 കമ്പനി ഉണ്ട് അല്ലേ? അപ്പോൾ ഓരോ കമ്പനി തിരിഞ്ഞ് ഓരോ ഭാഗം സൈഡാക്കി തന്നെ ഇട്ടു. പിന്നെ
അപ്പോൾ ഇതില് നമ്മളവിടുത്തെ നാട്ടിലെ ഓടുന്ന കോമൺവെൽത്ത് കോഴിക്കോട് കോഴിക്കോട് എല്ലാവരും അതൊക്കെ 35 സെന്റിമീറ്റർ ഉണ്ട്. പക്ഷെ ഇവിടെ ഉള്ള ഓടുകളൊക്കെ നോക്കുമ്പോൾ 32 സെന്റിമീറ്റർ. അവിടുത്തെ എത്ര ഉണ്ടാവും? 35 സെന്റിമീറ്ററിലാണ് കൃത്യമായിട്ട്. അത് സെറാമിക് ഓടാണെങ്കിലോ മറ്റേ മലേഷ്യൻ ഓടുകളൊക്കെ 35 സെന്റിമീറ്റർ ഒക്കെ ഒരളവാണ്. വീതി ലക്ഷം കൂടുന്നുള്ളൂ. സാധാ ഓടിന് 9 ഇഞ്ച് വീതി, മറ്റേ 1 ഫൂട്ട് വീതി ഉണ്ട്. പക്ഷെ നീളം ലെങ്ത് എല്ലാം 30 സെന്റിമീറ്റർ. പക്ഷെ ഇവിടെ ഈ ഒറ്റപ്പാത്തി ഓട് കിട്ടിയപ്പോൾ മാത്രം കുറച്ച് നീളം കുറവുണ്ട്. പക്ഷെ സനു കറക്റ്റാക്കി അടിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സനു കറക്റ്റാക്കി അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നൗഷാദൊക്കെ അല്ല, ഇവർ എല്ലാവരും എക്സ്പേർട്ടുകളാണ്. പല ടൈപ്പ് ഓടുകൾ ഉണ്ടെങ്കിൽ പോലും പല ഭാഗത്തായിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ അത് അറിയാത്ത രീതിയിൽ അത് ഇടും. റീഗലിൻ്റെ ഓട് നോക്കിയ സമയത്ത് തന്നെ അതിൽ സിമ്പിൾസ് മാറ്റമുണ്ട്. അതുപോലെ തന്നെ റീഗലിൻ്റെ ഓടിൽ പോലും 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം. റീഗൽ കമ്പനി ഇപ്പോൾ ഇല്ല, കൊല്ലത്തുണ്ടായിരുന്ന കമ്പനിയാണ്. സിമ്പിൾ മാറുമ്പോൾ വീതിയും വ്യത്യാസം ഉണ്ടാവും, നീളവും വ്യത്യാസം ഉണ്ടാവും. എന്നാൽ പോലും അത് കൃത്യമായിട്ട് ഒരാൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ അത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓടുകളൊക്കെ താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേ ഓടുകൾ ട്രെയിനിൻ്റെ സിമ്പലുള്ളത്, പിന്നെ രണ്ട് സിംഹം ഉള്ളത്, പിന്നെ ഒരു ആനയുള്ളത്, പിന്നെ 3 സിംഹത്തിന്റെ കുട്ടികളുടെ ഉണ്ട്. 4 വരിക്ക് നിൽക്കുന്ന സിംഹത്തിന്റെ കുട്ടികൾ വരിക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ പല ഡിസൈനിലുള്ള. പക്ഷെ ഇതൊക്കെ ഇനി ഒരു സിംഹത്തിന്റെ ഒന്നെടുത്തേ എന്ന് പറയും. അപ്പോൾ അത് സിംഹം എടുത്ത് കൊടുക്കും. ഇനി ഒരു ട്രെയിനിന്റെ ഒന്നെടുത്തേ. ഞാനിത് എന്താന്ന് ആലോചിച്ചിരുന്നത് വർക്ക് കിടക്കുന്ന സമയത്ത് ട്രെയിനിന്റെ എന്താണ് അല്ലേ? നിങ്ങൾക്ക് ഇത് ശീലമാണ്. അത് വീതി വ്യത്യാസം വരും. അപ്പോൾ ഈ ട്രെയിനിന്റെ ഓട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഓട് ഇട്ടാൽ വീതി ചിലപ്പോൾ കൊടുങ്ങൂല. വീതിയുള്ള കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ലൂസായിരിക്കും. അപ്പോൾ ഗ്യാപ്പ് കിടക്കും. ഈ ഒറ്റപ്പാത്തി ആയതുകൊണ്ട് ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പാറിലടിക്കുമ്പോൾ വെള്ളം അകത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് അടുത്ത് നിന്ന് കഴിഞ്ഞാലേ ഉള്ളൂ റെഡി ആവുള്ളൂ. അതാണ് കമ്പനി കണ്ടത്. ഇന്നലെ ഇട്ടതിന് ശേഷം എന്നാൽ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു. ഇന്ന് നിങ്ങൾ വന്ന് നോക്കിയോ എവിടെയെങ്കിലും ചോർച്ച ഉണ്ടോന്ന്? കണ്ടിട്ടില്ല. നോക്കിയല്ലേ? രാവിലെ വന്ന് നോക്കി. ഒരു ചോർച്ച ഇവിടെ കണ്ടില്ല. ഇങ്ങനെ ഈ ചോന്ന ഇങ്ങനെ ഒലിച്ചു കിടക്കും. ലീക്ക് ഉണ്ടെങ്കിൽ ഈ കമ്പിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒലിച്ചു കിടക്കും. ഒരു ചുവന്ന കളർ. ഇത് ഇവിടുത്തെ ഒരു 8 ഗ്ലാസ് ഓടുകൾ, കണ്ണാടി ഓട് എന്ന് വെച്ചാൽ ഓടിന്റെ അതേ സൈസിലുള്ള കണ്ണാടി ഓടുകൾ 8 തൃശ്ശൂരിൽ നിന്ന് ജ്യോതിയേട്ടൻ കൊടുത്തയച്ചതാണ്. അപ്പോൾ ആ ഓടുകൾ 8 കറക്റ്റ് പ്ലേസ്മെന്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ലൈറ്റ് ഇല്ലെങ്കിൽ പോലും നല്ല വെളിച്ചമാണ്. 8 കണ്ണാടി ഓടുകളുണ്ട്. പിന്നെ പുകയോടുണ്ട്. ഇത് ഇവിടെ എല്ലാ സമയത്തും കൂളായിട്ടിരിക്കാനുള്ള ഒരു ടെക്നിക്ക്. ഈ അന്തരീക്ഷം ചൂടാവുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ വെയിലടിച്ചിട്ടാണ് അന്തരീക്ഷം ചൂടാവുന്നത്. ആ സമയത്ത് ഈ ചൂടുള്ള വായു ഇതിനകത്ത് മുഴുവൻ കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് 4 പുകയോടുകൾ വെച്ചിട്ടുണ്ട്. ആ പുകയോടുകളിലൂടെ ചൂടുവായു പുറത്തേക്ക് തള്ളുകയും ചെയ്യും, അകത്തേക്ക് തണുത്ത കാറ്റ് കയറുകയും ചെയ്യും. അതാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക്. പുകയോടുകൾ മുകളിലുണ്ട് 4. അപ്പോൾ ഇതാണ് ഇവിടെ ഉണ്ടായിരുന്ന പല ടൈപ്പ് ഓടുകൾ. 8-9 ടൈപ്പ് ഓടുകൾ ഉണ്ടായിരുന്നു. ഇത് തോംസൺ എക്സ്പോർട്ട് ക്വാളിറ്റി ഓടാണ്. അതെ, ഗവൺമെൻറ് അപ്രൂവ്ഡ് എന്നൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. A1 നമ്പർ 1 ക്വാളിറ്റിയാണ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് തോംസൺ ഓടാണ്. ഇതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഒരു തോംസൺ മുതലാളിയുടെ തല വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി രണ്ടാമത്തെ ഓടെന്ന് പറയുന്നത് 2 ആന. ഇത് തോമസ് സ്റ്റീഫൻ കമ്പനിയാണ്. മറ്റേ തോംസൺ ഓടാണ്. ഇത് തോമസ് സ്റ്റീഫൻ ആൻഡ് കമ്പനിയാണ്. തോമസ് സ്റ്റീഫൻ ആൻഡ് കമ്പനി ലിമിറ്റഡ്, കൊല്ലത്തുണ്ടാക്കുന്ന. ഇത് C ഗ്രേഡാണ്, 3ാമത്തെ ഗ്രേഡാണ്. ഇതിന് 2 ആനയാണ്. ഈ 2 ആനയാണ് നൗഷാക്ക പറയുന്ന സിമ്പിൾ. അപ്പോൾ ഒരു തല, 2 ആന. ഇനി ഇത് 7 ആനയാണ്. 1 2 3 4 5 6 7 ആന. കണ്ടോ? 7 ആന. ഇത് SNV ടൈൽ വർക്സിൻ്റെ ആണ് ഇത്. അതിന് 7 ആനയാണ് സിമ്പൽ, 7 ആന. ഇതും കൊല്ലത്തുണ്ടാക്കുന്ന ടൈലാണ്. ഇനി ശ്രീവിലാസം ടൈൽ. ഇതിനകത്ത് 4 ആന, 1 2 3 4 4 ആനയാണ് അവരുടെ സിമ്പല്. ശ്രീവിലാസം ടൈൽ ഫാക്ടറി, കൊല്ലം. ഇനി അടുത്തത്
റീഗൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഈ നാട്ടിൽ വിൽക്കപ്പെട്ടിരുന്ന ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ റീഗൽ കമ്പനിയുടെയാണ്. അവരുടെ തന്നെ ചുടുകട്ടയും അവരുടെ തന്നെ ഇതുമായിരുന്നു ഏറ്റവും കൂടുതൽ. ഇതിനകത്ത് 2 സിംഹമാണ്. ഇത് വലിപ്പം കൂടിയതാണ്. 2 സിംഹം എന്ന് പറയുന്നത് വലിപ്പം കൂടിയതാണ്. ഇത് A1 ആണോ B1 ആണോ എന്നൊന്നും ഒരു പിടിയില്ല കേട്ടോ. ഇത് S&G സൺസ് കൊയിലോൺ. അത് 2 ആനയും 3 ആനയും ഒരു താമരയാണ്. പഴയ BJP-കാരുടെ ആണ്. 3 ആനയും ഒരു താമരയും. SG ആൻഡ് സൺസ് കൊയിലോൺ. അങ്ങനെ 3 ആനയും ഒരു താമരയും. ഇപ്പം തന്നെ 1 2 3 4 5 6 ഇത് ട്രെയിൻ. ഇതാണ് തീവണ്ടി. കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി. ഇത് ATKM ടൈൽ വർക്ക്സ്, കൊട്ടിയം കൊല്ലം. കൊട്ടിയത്ത് ഉണ്ടാക്കുന്ന ടൈലാണ് ATKM ടൈൽ വർക്ക്സ്. അതിന് ഇതാണ്. അപ്പോൾ ഇതാണ് പറയുന്നത് ഒരു തീവണ്ടി. അപ്പോൾ സിമ്പലുകൾ പറയുന്നത് തീവണ്ടി. ഇതെന്താണ്? ഇത് ഒറ്റയാന. അപ്പോൾ അടുത്ത ഇതിൻ്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത് കൈരായി ടൈൽസ് എന്നാണ്. കൈരളി എന്നാണോ എന്ന് എനിക്കറിയില്ല. കൈരായി മാത്രമേ ഉള്ളൂ. കൈരായി ടൈൽസിൽ ഒരു ആനയും ഒരു തെങ്ങുമാണ്, ഒരു വട്ടവും കൊയിലാണ്. അപ്പോൾ ഇത്രയും ടൈപ്പ് ഓടുകളാണ് ഇവിടെ കിട്ടിയത്. 1 2 3 4 5 6 7 8 ടൈപ്പ് ഓടുകളാണ്. ഇനി ഒന്നുകൂടെ ഉണ്ടായിരുന്നല്ലേ, ഒരു ടൈപ്പ് കൂടെ ഉണ്ട്. അത് ഏതാണെന്ന് അറിഞ്ഞുകൂടാ. അതാണ് എനിക്ക് അട്ടിയിലാണുള്ളത്. അപ്പോൾ ഇനി ഒരു ടൈപ്പ് ഓട് കൂടെ ഉണ്ട്. അങ്ങനെ 9 ടൈപ്പ് ഓടുകളാണ് ഇതിന് മുകളിലിട്ടിരിക്കുന്നത്. ഇനി കുറച്ച് വർക്ക് കൂടിയുണ്ട്. എത്ര വർഷമായി നൗഷാക്ക ഈ ഓടിൻ്റെ പണി മാത്രമായിട്ട്? 18 വർഷം. അപ്പൻ്റെ കൂടെ കൗക്കൂല് പട്ടിക അതിൻ്റെ അപ്പൻ്റെ കൂടെ ഒരു 25 കൊല്ലം 25 കൊല്ലത്തിന് മേലെ. സിൽവർ ജൂബിലി കഴിഞ്ഞു. ഓക്കെ. ആ പണികളും പിന്നെ വാപ്പ ഓല മേയുന്ന പണി അതൊക്കെ സ്പെഷ്യൽ ചെയ്യും. പണ്ടത്തെ വീടിൻ്റെ. ഓക്കെ. അപ്പൻ്റെ ഇതിൽ കൂടിയാണ് ഓടിൻ്റെ ഫീൽഡിൽ പണിയിലൊക്കെ വന്നത്. ഈ ആദ്യത്തെ ദിവസം ഇവരിവിടെ വന്ന സമയത്ത്, നിങ്ങളിവിടെ വന്ന് ഇത് തിരയുന്ന സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട് 2-3 ടൈപ്പ്, ഇതിപ്പോൾ 9 ടൈപ്പ് ഓടുകളുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടാക്കിയ സമയത്ത്, ആളിനെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു ഓടിടാനായിട്ട് ആൾ വന്നിട്ട് 3-4 ടൈപ്പ് ഓടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇഷ്യൂ ഉണ്ടാക്കിയിട്ട്, അതെന്താണെന്ന് വെച്ചാൽ മൂപ്പര് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചു. അത് പഴയ ഓട് കൊണ്ട് വന്ന് കഴുകി, പ്രഷർ പമ്പിന് കഴുകി, അതിൻ്റെ പായലൊക്കെ കളഞ്ഞ് അതിനകത്ത് ഫ്രഷ് പെയിൻ്റൊക്കെ അടിച്ച്, അത് 8 കൊല്ലത്തേക്ക് ഗ്യാരണ്ടി പറഞ്ഞ് എവിടുന്നോ പോയി PU പെയിൻ്റൊക്കെ അതിനകത്ത് അടിച്ച് അതൊക്കെ ഉണക്കി വെച്ചിട്ട് മൂപ്പര് വന്ന് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇവിടെ ഈ നിങ്ങൾ വന്നിട്ട് ഇതെല്ലാം കൂടെ തിരഞ്ഞിട്ട് പറ്റൂല എന്ന് പറഞ്ഞു പോകുന്നു. പക്ഷേ നൗഷാദക്കയും ടീമും വന്നിട്ട് അത് കൃത്യമായിട്ട്, അത് പുറത്തുനിന്ന് നോക്കിയാൽ ഒരാളും മനസ്സിലാക്കാത്ത രീതിയിൽ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതും വളരെ കുറഞ്ഞ ദിവസം എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഉദ്ദേശം എത്ര ഓട് നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും ഇതിൻ്റെ മുകളിൽ? 2200ഓളം ഓടുകൾ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. അത് ഈ താഴേന്ന് മുകളിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടാണ് ഇവർ തന്നെ കൊണ്ടുപോയി വെച്ചിട്ടാണ്, കൃത്യമായിട്ട് തിരഞ്ഞ് കൊണ്ടുപോയി മുകളിൽ വെച്ചിട്ടാണ് അതിനകത്ത് ഓടിട്ടത്. ഓടും ഒരു പിന്നെ മുകളിലെ റൂഫ് ഇട്ടു, ഒരു സൈഡിൽ നമുക്കൊരു ചെറിയ ബാൽക്കണി ഉണ്ട് ബാക്കിൽ, അവിടെ ഇട്ടു. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുണ്ട്. ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ താഴത്തെ ഒരു ബാൽക്കണി ഇട്ടെന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോകും. നമ്മൾ പിന്നെ ഉള്ളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗഷാദ് ഓടിൻ്റെ പണി തീർന്നിട്ട് ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നൗഷാദൊക്കെ കൊണ്ട് കോഴിക്കോടൻ സ്റ്റൈലിൽ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഉള്ളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗഷാദ് തന്നെ പെട്ടെന്ന് ഒരു തടിയൊക്കെ എടുത്ത് റെഡിയാക്കി അത് കട്ടിങ് ബോർഡാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ആനന്ദേട്ടൻ്റെ വർക്ക് കഴിഞ്ഞതിൻ്റെ ബാക്കി പഴയ തടിയാണ്. അത് കത്തി കൊണ്ടൊന്ന് ചുരണ്ടി റെഡിയാക്കി വൃത്തിയാക്കി കട്ടിങ് ബോർഡാക്കിയിരിക്കുകയാണ്. ഇനി ഇന്ന് ഫുൾ ബിരിയാണിയാണ്, കോഴിക്കോടൻ ബിരിയാണി. മുഴുവൻ റെസിപ്പി നമുക്ക് പഠിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നൗഷാദക്കയുടെ ഉപ്പ പിന്നെ എല്ലാ വർക്കുകളും വീട് മൊത്തത്തിൽ ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനം മുതൽ അതിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് വരെ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഏറ്റവും അവസാനം വീടിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ മൂപ്പര് എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി വീട്ടിൽ കൂടലിനും പണിക്കാരെ പിരിച്ചുകൂടലിനും ഒക്കെ ബിരിയാണി ഉണ്ടാക്കിയിട്ടേ തിരിച്ച് വീട്ടിലേക്ക് വരുള്ളൂ. അങ്ങനത്തെ ഒരാളായിരുന്നു.
അപ്പോൾ നൗഷാദൊക്കെ എല്ലാ വർക്കുകളും ചെയ്യുന്ന ആളാണ്. വീടിൻ്റെ തുടക്കം മുതൽ അടിസ്ഥാനം മുതൽ ഫിനിഷിംഗ് സ്റ്റേജ് വരെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ ഒരു 15 വർഷമായിട്ട്, ഇപ്പോൾ എത്ര വർഷമായി? 10-18 വർഷമായിട്ട് ഓടിൻ്റെ പണി മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ മുകളിലത്തെ ഓടുകൾ പൂർത്തിയായതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബിരിയാണി. അരിനൊക്കെ പിന്നെ ഇത് ഫിറോസിന് ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്, 2 ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട്. 3ഉം ഫുട്ബോൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് ഫിറോസ് വ്ളോഗ്സ് ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബിലുള്ളത്. മറ്റേൻ്റെ പേരെന്താണ് ഇൻസ്റ്റാഗ്രാമിൽ? കാലിക്കറ്റ് ഫുട്ബോൾ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം. കാലിക്കറ്റ് ഫുട്ബോൾ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇല്ലാത്തവർക്ക് ഫോളോവേഴ്സ് കയറ്റി കൊടുക്കുന്ന ഒരു അക്കൗണ്ടാണ് കേരള ഫോളോവേഴ്സ് 100K എന്ന് പറഞ്ഞ അക്കൗണ്ട്, ഒരു പേജ്. അതുകൊണ്ട് അതാണ് എല്ലാ പരിപാടിയുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് പലരും മെസ്സേജ് ചെയ്യും. അപ്പോൾ പേജിൽ ഒരു ഗെയിം കൊടുക്കുക, ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആക്റ്റീവ് ആയിട്ടുള്ള ഫോളോവേഴ്സ് ആണ്. അടിപൊളി. അപ്പോൾ ഫോളോവേഴ്സ് ഇല്ലാത്തവർക്ക് ഫോളോവേഴ്സ് കൊടുക്കുന്ന അന്നദാന പ്രഭുവാണ് ഇരിക്കുന്ന ആള്. നമ്മുടെ മിക്സി ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ ഈ പരിപാടിയാണ്, ഇതിനെന്താ പറയുക, ഹാൻഡ് ചോപ്പറിൽ വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോവാണ്. ദിവ്യയെ പലതവണ സഹായിച്ചിട്ടുള്ള ഐറ്റമാണിത്. കാരണം ദിവ്യ കറണ്ട് പോയി കഴിഞ്ഞാൽ, ഈ സ്കൂൾ ടൈമിന് മുമ്പ് കറണ്ട് പോയി കഴിഞ്ഞാൽ ദിവ്യ ഈ സാധനത്തിലാണ് പിന്നെ തേങ്ങ വരെ അരച്ചെടുക്കുന്നത്. ഗാനമേളക്കാരനാണ്, പാട്ട് പാടാൻ അറിയാം, ആൽബം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ്, പിന്നെ സാൻഡ്വിച്ച് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. ഒരു വർഷം ദുബായിൽ വർക്ക് ചെയ്തിട്ടുള്ള, റാസൽ കെയ്മൽ എവിടെയാണ്, അജ്മാനിൽ വർക്ക് ചെയ്തിട്ടുള്ള, ഷാർജ അജ്മാനിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഒപ്പം തന്നെ പാചകം അറിയാം. നമ്മുടെ മുർഷി അരിഞ്ഞ സവാളയാണ് ആദ്യമായിട്ട് നേർമയിൽ അരിഞ്ഞ. ഇനി പച്ചമുളകിൻ്റെ പൊടി, ഇനി ഇഞ്ചി വെളുത്തുള്ളി, സവാള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ മല്ലിച്ചപ്പ്, തക്കാളി, പുതിന, ഇപ്പം ചിക്കൻ. തൈര് മുഴുവൻ ഒഴിക്കാമോ? തൈര് ഒഴിക്കാമോ? മുഴുവൻ ഒഴിക്കട്ടെ. നാരങ്ങ നീര്. 2 ഉസ്താദുമാരുണ്ട്. നൗഷാദ് പരമ്പരാഗതമായിട്ട് പഠിച്ചെടുത്താണ്, ഉപ്പയുടെ കയ്യിൽ നിന്ന് പഠിച്ച റെസിപ്പിയാണ്. അദ്ദേഹം അങ്ങനെയല്ല അല്ലേ? എവിടെ നിന്ന്, ഗൾഫിൽ നിന്ന് പഠിച്ചാണോ? ഇവിടെ നിന്ന് പഠിച്ചാണ്. ആരാണ് ഗുരു? ആഹാ, ഉപ്പയുടെ അനിയത്തിയുടെ അയാളാ. നൗഷാദ് ഉണ്ടാക്കുന്ന റെസിപ്പി ഉപ്പയുടെ റെസിപ്പിയാണോ? സെയിം? വ്യത്യാസമുണ്ടോ? അപ്പൊ അധികവും കല്യാണ കുട്ടികൾ പരിപാടി ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാക്കലുണ്ട്. പിന്നെ അതിനകത്തേക്ക് പൊടികൾ ചേർത്തു. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളും ചേർത്ത് പാകത്തിന് ഉപ്പിട്ട് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ കൈകൊണ്ട് നന്നായിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞ് പിന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നൗഷാദ് കയുടെ സ്റ്റൗ. എല്ലാം യാത്രയിലുടനീളം നൗഷാദ് കെ സഹായിച്ചു. അതെ എല്ലാ സൈറ്റിലും കൊണ്ടുവന്നു. ഇത് എത്ര സൈറ്റിൽ പോയിട്ടുള്ള സ്റ്റൗവാ? അണ്ടമാന സൈറ്റിൽ. ഇനി നമ്മൾ ചോറുണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആദ്യം നെയ്യ് ഒഴിച്ച് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ആദ്യം സവാള പൊരിച്ചെടുക്കും. സവാള പൊരിച്ച് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് വറുത്തെടുക്കും.
ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇതിനകത്ത് നിന്ന് എടുക്കുന്നവന്റെ കൈ ഞാൻ വിട്ടു. നിങ്ങൾ കാണുന്ന അത്രയൊന്നും ഇല്ല കേട്ടോ, ഈ കാണുന്ന അത്രയൊന്നും ഉണ്ടാവില്ല. ശരിക്കും ഈ അണ്ടിപ്പരിപ്പ് സാധാ തിന്നുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നെയ്യിൽ പൊരിച്ചിട്ട് നമ്മൾ കഴിക്കുന്നത്. അത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതേ എണ്ണയിൽ തന്നെ കുറച്ച് തക്കോലം, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, പിന്നെ പട്ട, ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ ആ മണം വരുന്ന സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ഇതിനകത്തേക്ക് ഒഴിച്ചത്. പിന്നെ ആ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കും. അതിനുശേഷം കുറച്ച് നെയ്യും ചേർത്തതിന് ശേഷമാണ് അരി ഇടുന്നത്. അരി ഇടുന്ന വിഷ്വൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ ആ വെള്ളത്തിലേക്ക് ഇഞ്ചി, ഒരു 80-85% അരിയുടെ വേവ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ മീറ്റിലേക്ക്, അത് വേവിക്കാത്ത മീറ്റാണ്, ആ മീറ്റിന് മുകളിലേക്ക്, അത് ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്, മട്ടൻ ആണെങ്കിൽ പോലും അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ആ വേവിക്കാത്ത മീറ്റിന് മുകളിലായിട്ടൊരു വാഴയില ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് ഹോളുകൾ ഉണ്ടാക്കി അതിന് മുകളിൽ ഈ വെന്ത അരി ഇട്ടിട്ട് ചിരട്ട വെച്ച് ദം ചെയ്തെടുക്കും. അപ്പോൾ വേവിക്കാത്ത മസാലയാണ് അടിയിലുള്ളത്. ഒരു 1/4 വേവായ, 1/4 അല്ല 80% വേവായ ചോറ് അതിൻ്റെ മുകളിലേക്ക് തട്ടാണ്. കോഴിക്കോടൻ ദം ബിരിയാണിക്ക് ശരിക്കും പച്ച മാംസത്തിന് മുകളിലായിട്ടൊരു വാഴയില വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം ഒരു ലെയർ നന്നായിട്ട് അത് ശരിക്കും ചൂടോട് കൂടിയിട്ട് ആ റൈസ് ഇടും. അതിൻ്റെ മുകളിലായിട്ട് അണ്ടിയും മുന്തിരിയും പിന്നെ കുറച്ച് പൊരിച്ച പിന്നെ സവാളയും ചേർക്കും. അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയർ കൂടെ റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലും ഈ അണ്ടിയും മുന്തിരിയൊക്കെ ഇട്ടതിന് ശേഷം ഗരം മസാലപ്പൊടി, മുകളിൽ കുറച്ച് ഗരം മസാല ഇടും. ആദ്യം കുറച്ച് ഗരം മസാല ഒന്ന് ചെറുതായിട്ട് ഒരു 1/2 സ്പൂൺ വീതം. ഇനി ഇത് ദമ്മിടാൻ പോവാണ്. മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ടാണ് ഇതിൽ ഏറ്റവും റിസ്ക് ഉള്ള പണി. ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് റിസ്ക് ശ്രദ്ധിക്കേണ്ട പണി. ഇനി പിന്നെ ചൂട് കൂടാൻ പാടില്ല, കുറയാൻ പാടില്ല. ഒരു മീഡിയം ലെവലിൽ പോകണം. ദമ്മ് പൊട്ടണം നോക്കണം. ഒരു ആവി വരാണ്ട് അത് നോക്കിയിട്ട് വേണം ഉള്ളിലുള്ള വേവ് നമ്മൾ അറിയണം. വേവ് ഒരു മണം പോലും പുറത്തേക്ക് വരാനില്ല. അല്ല, ചെറിയ സ്മെല്ല് വരും. അതിന് നമ്മൾ അറിയണം എവിടെ എത്തിയെന്നുള്ളത്. ബാക്കിയൊക്കെ പഠിച്ചോണ്ട് ഡൺ. ഇങ്ങനെ ദമ്മാക്കിയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പച്ചയ്ക്ക് വെച്ചിട്ട് ദമ്മാക്കി എടുക്കുന്ന പരിപാടി എനിക്കറിയില്ല കേട്ടോ. തലശ്ശേരിയിൽ വരെ വേവിച്ചതിന് ശേഷമാണ് റൈസ്. പറഞ്ഞ സാധനം ദമ്മിന്റെ ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി ഇതാണ്. കൂടുതൽ ആൾക്കാർ എടുക്കാത്തത് അതാണ്. കോഴിക്കോട് മാത്രം അതിന്റെ പ്രത്യേകതയാണ് ഈ സംഭവം. അതിന്റെ ഉള്ളിലുള്ളത് റിസ്ക് ആണത്. ഇതാണ് റിസ്കി പാർട്ട്. ഇപ്പൊ ദമ്മ് ചെയ്തിരിക്കുകയാണ്. വേവാത്ത ഇറച്ചിയിൽ സാധനം പോന്നോട്ടെ. ദാ അവിടെ ഉസ്താദ് അത് കത്തിച്ചോണ്ടിരിക്കുകയാണ്. ഉസ്താദ് ചിരട്ട വെച്ച് അത് കത്തിച്ചു. ഇത് റിസ്ക് പരിപാടിയാണെന്നാണ് പറഞ്ഞത്.
ഇത് വേവാനായിട്ട് ആവശ്യമുള്ള തീ ഈ ചിരട്ടയിൽ നിന്നാണ് കിട്ടുന്നത്. ആ ചൂട് ചിരട്ടയിൽ നിന്നാണ് കിട്ടുന്നത്. ഒരു 8-9 ചിരട്ട വെച്ചിട്ട് ആദ്യം അത് കത്തി തീരുന്നതിന് മുമ്പായിട്ട് അടുത്ത ഒരു 6-7 ചിരട്ടകളും കൂടി വെച്ച് കൊടുത്തു. പിന്നെ ആ ചിരട്ടയും കൂടി കത്തിക്കഴിഞ്ഞാൽ ആ ചിരട്ടയുടെയും അല്ലാതെയും കുറച്ച് കനൽ വാരി മുകളിലിട്ടിട്ട് മുകളിൽ നിന്നും താഴെ നിന്നും തീ കൊടുത്തിട്ടാണ് ദം ചെയ്യുന്നത്. കനൽ കൊടുത്തിട്ടാണ് ദം ചെയ്യുന്നത്. പിന്നെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഇതിനകത്തിരിക്കണം. അങ്ങനെയാണ് ദമ്മായി വെന്ത് വരുന്നത്. നമ്മൾ ദമ്മിടാനായിട്ട് സൈഡിൽ മൈദ കൊണ്ടാണ് സീൽ ചെയ്യുന്നത്. ആ സീൽ ചെയ്യുന്ന സാധനം പൊട്ടിയിട്ട് അതിനകത്തുനിന്ന് നല്ല ഇത് വരും, ആവി വരും. ആ ആവിയിലേക്ക് ഇങ്ങനെ കൈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നല്ല ബിരിയാണിയുടെ മണം കിട്ടും. അതാണ് കോഴിക്കോടൻ ദം ബിരിയാണി. സത്യത്തിൽ ഈ ഷൂട്ടിന് ഇപ്പോൾ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. കാരണം നമ്മളവിടെ ബിരിയാണി ദമ്മാക്കാനായിട്ട് വെച്ചു. ബിരിയാണി റെഡിയാണ്, ഇനി പൊട്ടിച്ചാൽ മാത്രം മതി. അതിന് മുമ്പ് പിന്നെ ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇതിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. ഇതിപ്പോൾ ഈ ഭാഗമൊക്കെ നനയുന്നത് കൊണ്ട് അവിടെ അങ്ങ് ഓടിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല കാറ്റാണ്. ഈ ബാൽക്കണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സൈഡിൽ നല്ല കാറ്റാണ്. അപ്പോൾ ഈ പോർഷനിലാണ് നമ്മുടെ ഒരു കുഞ്ഞ് ലൈബ്രറി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് പുസ്തകങ്ങളൊക്കെ എടുത്ത് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് വായിക്കാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് സ്പേസ് പോലെയാണ്. ഈ സൈഡിൽ മുഴുവൻ മരങ്ങളും മാവും, പിന്നെ ഈ സൈഡിൽ പ്ലാവും സീതാപ്പഴവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്കൊന്നും വലിയ കാഴ്ചയൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് മനസ്സമാധാനമായിട്ട് പുസ്തകം വായിക്കാം, എഴുതണമെങ്കിൽ എഴുതാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇതൊന്നും ചെയ്യൂലെന്ന് മാത്രമേ ഉള്ളൂ. എത്ര വർഷമായി നൗഷാക്കയുടെ കൂടെ കൂടിയിട്ട്? 7 കൊല്ലം. ഇത് ഓടിടാൻ എല്ലാം ഏത് ടൈപ്പ്, എന്ത് ടൈപ്പ് എല്ലാ പണിയും അറിയാം. ഏത് ടൈപ്പ് ഓടും ചെയ്യും? ചെറിയ ഓടും, വലിയ ഓടും, ചൈനീസ് ഓട്, ഇറ്റാലിയൻ ഓട്, എല്ലാ പണിയും. ഏറ്റവും കൂടുതൽ ഇട്ടിട്ടുള്ള നാടനോടുകൾ. നാടനോട് നമ്മളെ കോഴിക്കോടാണ് ഇത്രയും സ്ഥലത്തും പണിയെടുത്തിട്ട് ഏറ്റവും നല്ല ഓട് കിട്ടിയത്. കോമളത്തിന്റെ ഓട് തന്നെയാണ് അധികം പണിയെടുത്തത്. അത് മുറിക്കാനും പ്രയാസമല്ലേ? ഇത് മുറിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് കിട്ടൂലല്ലോ. അല്ല, ഓട് ഒക്കെ കളിമണ്ണ് തന്നെയാണ്. ക്വാളിറ്റി അടിയോട് എങ്ങനെയുണ്ട്? നമ്മുടെ സീലിംഗ് നല്ല സീലിംഗ് ഓട് നല്ല ഉറപ്പുണ്ട്. ക്ലേ ക്രാഫ്റ്റിന്റെ നല്ല ഇതുണ്ട്, ഫിനിഷിംഗ് ഉണ്ട്. അത് മുറിക്കുമ്പോ എങ്ങനെയുണ്ട്? അതിന്റെ നല്ല ഉറപ്പാ. സ്ട്രോങ് ആണ്. നമ്മുടെ ക്ലേ ക്രാഫ്റ്റിന്റെ ഓട് വെച്ചിട്ടാണ് ഇവിടെ അളവെടുത്തത്. ക്ലേ ക്രാഫ്റ്റിന്റെ ഓടാണ് അടിയിൽ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ആണെന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. അത് മുറിക്കുമ്പോൾ അറിയാൻ പറ്റും ഇതിന്റെ ഒരു ക്വാളിറ്റി. കാണാൻ കുറച്ച് വൃത്തിയും കൂടെ ഈ സീലിംഗ് കോഡാണ്. സീലിംഗ് കോഡ് കുറെ തരത്തിലുണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ കാണാൻ കുറച്ചുകൂടി വൃത്തിയുണ്ട്. നല്ല ഫിനിഷിംഗ് ആണ് സാധനം. അടുത്ത് നിൽക്കും കറക്റ്റ്. ഈ ഇത്രയും മുകളിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇതുവരെ എന്റെ ലൈഫിലൊന്നും സംഭവിക്കാതിരിക്കും. അല്ല, സാധാരണ ഉണ്ടാവാറുണ്ടോ? ഇത്രയും ഹൈറ്റിലുള്ള കളിയാണല്ലോ. അപ്പൊ നല്ല ഹൈറ്റില് ഈ ഡ്രസ് വർക്കിന്റെ മുകളിൽ എത്ര ഹൈറ്റിലും ധൈര്യമാണ്. കാരണം ഈ ഇത് പിടുത്തം ഉണ്ടാവും, പിടിക്കാനുള്ള ഒരു സംവിധാനം. പട്ടികയുടെ പക്ഷേ ഇതൊക്കെ 45 ഡിഗ്രിന്റെ മേലാണ് അധികം ചേട്ടന്റെ വർക്ക് ഉണ്ടായത്. ഈ സാധനങ്ങളൊക്കെ എങ്ങനെ വെക്കുന്നത്? ഇപ്പൊ ചട്ടിയിലാണ് നിങ്ങൾ സിമെന്റ് കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ചട്ടി ഇങ്ങനെ സൈഡ് 45 ഡിഗ്രി ചരിവെന്ന് പറയുമ്പോ അതിനെന്ത് റബ്ബർ ഉണ്ട്, ടയറിന്റെ അതൊരു സൈഡിൽ വെക്കും. ആക്റ്റീവന്റെ ടയർ ഏകദേശം ഒഴിവാക്കിയ ടയർ സെന്റർ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കുക. റബ്ബർ ആകുമ്പോൾ അതിന് പിടുത്തം കിട്ടും. ഒരിക്കലും പെട്ടെന്ന് അങ്ങോട്ട് നീങ്ങി പോകില്ല. ഇനി അഥവാ അതിന്റെ അടിയിൽ മറ്റേ മാർപ്പിന്റെ സ്ലാബിന്റെ മുകളിൽ സേഫ്റ്റി ഇല്ല, പിടുത്തം വിട്ടു നമ്മളെ. അതിന്റെ കയറൊക്കെ കെട്ടിട്ട് താഴത്തേക്ക് ഇറങ്ങി. ശരി. പിന്നെ ഒരു പിടുത്തം ഉണ്ടല്ലോ. അതെ, ഒരു കമ്പിയിൽ പിടുത്തം കിട്ടുമെന്ന് നമുക്കൊരു ധൈര്യമുണ്ട്. ചേട്ടന്റെ വർക്ക് എടുത്തതിൽ പാലക്കാട് ഒരു സൈറ്റ് എടുത്തിട്ടുണ്ട്. ഭയങ്കര സ്ലോപ്പാണ്. ചേട്ടന്റെ വർക്ക് കേൾക്കുമ്പോൾ തന്നെ സ്ലോപ്പ് ഉണ്ടാവുമോ എന്നാണ് ആദ്യം ആലോചിക്കുന്നത്. നല്ല സ്ലോപ്പുള്ള സ്ഥലം നമുക്ക് അത്ര ഇല്ലല്ലോ. ഇവിടുത്തെ കുറവാണ്. ചേട്ടന്റെ 45 ഡിഗ്രിക്കും താഴെ ഉണ്ടാവും അല്ലേ? അപ്പൊ താങ്ക് യു നൗഷാക്ക. കഴിക്കണം, വിശക്കുന്നു, അതാണ് അത്യാവശ്യം. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീർക്കാം.
സാധാരണ ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ദം പൊട്ടിക്കാതെ തന്നെ ചെമ്പ് നല്ല ക്ലീൻ ആയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ട്രിക്ക് പിടികിട്ടിയത്. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മൾ അടുപ്പിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ അടുപ്പിന് വെച്ചതിന് ശേഷമോ, ഇപ്പം നമ്മൾ ചെയ്തത് അടുപ്പിൽ വെച്ചതിന് ശേഷമാണ്, അടുപ്പിൽ വെക്കുന്നതിന് മുമ്പായിട്ട് സോപ്പ് കൊണ്ട് ആ ഒരു ലെയർ ഉണ്ടാക്കുക. സോപ്പ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക അതിനകത്ത്. അത് കഴിഞ്ഞതിന് ശേഷം ദമ്മിട്ട് അതിൻ്റെ കരി പുരണ്ട ഭാഗത്തൊക്കെ ജസ്റ്റ് നനച്ച് വെള്ളം നനച്ചൊന്ന് തുടച്ച് കഴിഞ്ഞാൽ, തുണി മുക്കി വെള്ളം നനച്ച് തുടച്ച് കഴിഞ്ഞാൽ അത് ഫുൾ ക്ലീനായിട്ട് വരും. നല്ല തിളങ്ങുന്ന പാത്രമായിട്ട് മാറും. ഇപ്പോഴാണ് പഴയ പിന്നെ നമ്മൾ പാഴ്സൽ മേടിക്കുന്ന ബിരിയാണിയുടെ ചെമ്പ് ഇത്രയും ക്ലീൻ ആവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായത്. ആടി സക്ക. ഇങ്ങനെ ദം പൊട്ടിക്കാനുള്ള സമയമായിരിക്കുകയാണ് നമ്മുടെ ബിരിയാണി. ഇങ്ങനെ ദം ചെയ്തെടുക്കുന്ന ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, കോഴിക്കോടൻ സ്റ്റൈലിൽ. ഉസ്താദ് ദാ ദം പൊട്ടിക്കാൻ തുടങ്ങി. ദാ ദം പൊട്ടിക്കുന്നു. വാ, ഈ ഭാഗത്തൂടെയാണ് ദം പൊട്ടി വന്നേക്കുന്നത്. ഇതാണ് നൗഷാദക്കയുടെ ബിരിയാണി. മനുഷ്യൻ്റെ സർവ്വ റിലേയും കട്ടായി പോകുന്ന അത്രയും മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, വിശന്ന് കറങ്ങി നിൽക്കുകയാണ് എല്ലാവരും. രാവിലെ എപ്പോഴോ എന്തോ കഴിച്ചാണ്. നമ്മുടെ വാഴയില എടുത്ത് മാറ്റുന്ന സമയമാണ്. ആ വാഴയില കഴിക്കാൻ തോന്നുന്നു. ഇതാണ് നമ്മുടെ മസാല പാർട്ട്. ഗംഭീരമാണ് കേട്ടോ. നല്ല വെന്തുടഞ്ഞ ചിക്കനാണ് ഇതിനകത്ത്. ആഹാ, അലിഞ്ഞു പോകും കുയിസ്. വിശപ്പ് കൂടി. എടുത്തോ. ഇതാണ് മസാല. ഇതില് നീരിങ്ങനെ ആക്കിയിട്ട് ആവശ്യത്തിന് മസാല അതിലുണ്ട്. മറ്റേ എല്ലാം കൂടി നമ്മളെ മസ്ത് അടിച്ചു. ഞാൻ തോന്നുന്നു പിന്നെ പോവാൻ കഴിയും. എന്താ പറയാ, ഹരായിപ്പോ. പിന്നെ ഉറക്ക് വന്നിട്ട് എവിടെ എത്തണമെന്ന് പറഞ്ഞേ. അതെ, ഇളക്കി കൂട്ടുക എന്ന് പറയും ഇതിനെ. ബിരിയാണി ഇളക്കി കൂട്ടുക. ഇങ്ങനെ ഇളക്കി കൂട്ടിയിട്ടാണ് ബിരിയാണി വിളമ്പുന്നത്. അപ്പൊ എല്ലാ സ്ഥലത്തും എല്ലാ റൈസിനും ഒരേ കളറായിരിക്കും. അടിപൊളി, ഉഗ്രം. ശരിക്കും ജീരകശാല അരിയല്ല, പക്ഷേ നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസാണ്. കൈമാന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ കൈമ റൈസ് സാധാരണ കോഴിക്കോടൻ തലശ്ശേരി ബിരിയാണിയിൽ കിട്ടുന്ന കൈമ റൈസിൻ്റെ സ്വാദല്ല, പക്ഷേ മോശമല്ല. ഇനി ബാക്കി എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് പറയാം. വിശന്ന് അടപ്പളക് നൗഷാദൊക്കെ വിളമ്പിയാൽ അതിൻ്റെ അടിയിൽ നിന്നുള്ളതെന്ന് വിളമ്പിക്കോളൂ. ഞങ്ങൾക്ക് ഉള്ളകൾക്കെതിരെ 2 ചിക്കൻ കാലുണ്ട്. ആവശ്യത്തിന് ഇടല്ലേ, കുറച്ച് ചേർത്തോളൂ. ഒരാളേ ഉള്ളൂ കാലിന്. 2 കാലുണ്ട് അതില്. ഞാൻ കണ്ടി 2 കാലുള്ളത്. മോക്ക് അങ്ങനെ നിർബന്ധമില്ല, മറ്റേ കാലിന്റെ ആളാണ്. കുട്ടിയൊക്കെ മൊത്തത്തിൽ അങ്ങനത്തെ ഒരു കാൽമേലൊരു മൊഹബത്താണ്. അബ്ദുൽ വഹാബ് പിടിക്ക് ഷൂട്ട് ചെയ്യട്ടെ. ഹിന്ദി में ब्लॉग. हाँ
कैसा है हमारा उस्ताद का बिरयानी कैसा है हाँ? बहुत बढ़िया എങ്ങനെയുണ്ട് മുത്തേ? നൗഷാക്ക നിങ്ങൾ മുഹബത്തിട്ടാ ഇതിന് ഓ ഒരു രക്ഷയില്ലാത്ത ബിരിയാണി കേട്ടോ, ഗംഭീരം ഹൈ. എന്താണെന്ന് വെച്ചാൽ ആ റൈസിന് ചിക്കൻ്റെ നല്ല ഫ്ലേവർ ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഷെയറിങ് നടന്നിട്ടുണ്ട്. ഒരു പച്ച വാഴയിലിട്ടിട്ടാണ് വേവാത്ത മാംസം അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പച്ച വാഴയിലിട്ടിട്ടാണ് അതിൻ്റെ മുകളിൽ വെന്ത റൈസ് ഇട്ടിട്ട് ദമ്മാക്കി എടുത്തത്. ഒരു രക്ഷയില്ല. ആ റൈസിൻ്റെ ഓരോ അരിമണിയിലും ആ മസാലയുടെ ഫ്ലേവർ ഉണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്യാവശ്യം എരിവുണ്ട്. ഇവിടെ എരിവ് കുറച്ചിട്ടുണ്ട്. ദക്ഷയ്ക്കും ദർശനും ഒക്കെ കഴിക്കാനുള്ളത് കൊണ്ട് അത്യാവശ്യം എരിവ് കുറച്ചിട്ടുണ്ട്. അച്ചാർ ഇതാ വരുന്നു, ഡേറ്റ്സ് അച്ചാറാണ്. നൗഷാദക്കയുടെ പകുതി വർക്ക് കഴിച്ചിട്ടുള്ളൂ, ഇനി ബാക്കിയും കൂടെ നടക്കാനുണ്ട്. അപ്പോൾ നൗഷാദക്കയുടെ അടുത്ത വർക്കിന് വരുമ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ ബിരിയാണി മാത്രമല്ല, അസലായിട്ട് ഗംഭീരമായിട്ട് 6 ദിവസത്തെ വർക്കെന്ന് പറഞ്ഞാൽ ഇത് തിരയാൻ തന്നെ 2 ദിവസം വേണ്ടി വന്നു. അവർക്ക് ഇതിടാൻ 4 ദിവസം വേണ്ടി വന്നുള്ളൂ. എന്ന് വെച്ചാൽ മൊത്തം 6 ദിവസം വന്നു. ഈ 9 ടൈപ്പ് ഓടുകളുള്ളതുകൊണ്ട് തിരഞ്ഞ് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസം 2 ദിവസം വന്നു. ബാക്കി 4 ദിവസം കൊണ്ട് തീർത്തു. ഡേറ്റ്സിൻ്റെ അച്ചാറാണ്. ഇതുമായിട്ട് ഉഗ്രൻ കോമ്പിനേഷൻ ആയിരിക്കും. പൊളിക്കും നമ്മൾ. താങ്ക് യു നൗഷാദ് മുർഷി ഉസ്താദേ. 2 ഉസ്താദുക്കളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ബ്ലോഗറുണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ ഫിറോസ്, പിന്നെ അബ്ദുൾ വഹാബും ഉണ്ട്. കേസാ ബഹുത് ബടിയ.